ചില്ലി ഗോബി ഉണ്ടാക്കിയാലോ? കോളിഫ്ലവർ കൊണ്ട് ഒരു അടിപൊളി ചില്ലി ഗോബി. ഇതുണ്ടാക്കാൻ ഞാനൊരു വലിയ കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. അതൊന്ന് ചെറുതായി കട്ട് ചെയ്തെടുക്കണം. ഇനി ഇതൊന്ന് വേവിപ്പിച്ചെടുക്കണം. അതിനൊരു കുറച്ച് വെള്ളം എടുത്ത് അതിന് മുകളിൽ ഒരു പാത്രം വെച്ച് ആവി പിടിപ്പിച്ചിട്ടാണ് ഞാൻ വേവിപ്പിക്കുന്നത്. ആവിയിലാണ് വേവിപ്പിച്ചത്. ഇനി ഇതിലേക്ക് ഒരു കപ്പ് മൈദ, പിന്നെ 1-2 സ്പൂണ് കോൺഫ്ലവർ, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മുളക് പൊടി, പിന്നെ ഒരു സ്പൂണ് ടൊമാറ്റോ സോസ്, പിന്നെ കുറച്ച് റെഡ് ചില്ലി സോസ്, കുറച്ച് സോയാ സോസ്, പിന്നെ ഒരു ടീസ്പൂണ് വിനാഗിരിയും ഇവ ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കണം. പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ കോളിഫ്ലവർ വെന്ത് വന്നിട്ടുണ്ട്. അത് നമുക്കിനി ഈ പേസ്റ്റിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. കോളിഫ്ലവർ ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് കോളിഫ്ലവറിൻ്റെ എല്ലാ ഭാഗത്തും ഈ മസാല മിക്സ് ആവുന്ന രീതിയിൽ നന്നായി മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാൻ കുറച്ച് വെജിറ്റബിൾസ് വേണം. 3 ചെറിയ സവാള, പിന്നെ ഒരു ക്യാപ്സിക്കം, പിന്നെ 5-6 പച്ചമുളക്, പിന്നെ കുറച്ച് വെളുത്തുള്ളി, പിന്നെ മല്ലിച്ചപ്പ്. ഇവ നന്നായി ചെറുതായി കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് കോളിഫ്ലവർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കോളിഫ്ലവർ നന്നായി ഈ വെളിച്ചെണ്ണയിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. തമ്മിൽ ഒട്ടിപ്പിടിക്കാതെ സെപ്പറേറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റുക. ഇനി കുറച്ചും കൂടി വെളിച്ചെണ്ണ എടുത്ത് അതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ച് സവാള ഇട്ട് കൊടുക്കാം. സവാള നന്നായി മിക്സ് ചെയ്ത് വേവിപ്പിച്ചെടുക്കാം. അതിലേക്ക് അരിഞ്ഞ് വെച്ച ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുക. ക്യാപ്സിക്കം ഒന്ന് മിക്സ് ചെയ്ത് വേവിപ്പിച്ചെടുക്കുക. അതിലേക്ക് അരിഞ്ഞ് വെച്ച പച്ചമുളക് ഇട്ട് കൊടുക്കുക. പച്ചമുളക് മിക്സ് ചെയ്ത് വേവിപ്പിച്ചെടുക്കുക. പിന്നെ വെളുത്തുള്ളി ഇട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഗ്രീൻ ചില്ലി സോസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ സോയാ സോസ് ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്യുക. വെജിറ്റബിൾസിൻ്റെ എല്ലാ ഭാഗത്തും ഈ സോസൊക്കെ എത്തുന്ന രീതിയിൽ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച കോളിഫ്ലവർ ഇട്ട് കൊടുക്കുക. കോളിഫ്ലവർ ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. കോളിഫ്ലവറും മറ്റേ മിക്സെല്ലാം മിക്സായി വരുന്ന രീതിയിൽ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ചില്ലി ഗോബി അഥവാ ചില്ലി കോളിഫ്ലവർ റെഡിയായിട്ടുണ്ട്. ഇത് ചപ്പാത്തിയുടെയും ദോശയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ബിരിയാണിയുടെ കൂടെയും, പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.